കൂട്ടുകുടുംബങ്ങളാണെങ്കിലും ബിസിനസ്സാണെങ്കിലും പ്രാസ്ഥാനിക പ്രവർത്തനങ്ങൾ, ഗുരുശിഷ്യ ബന്ധങ്ങൾ എല്ലാം പല വിധത്തിലുള്ള പോളിസികൾ ഉണ്ടാകും. ചില പോളിസികൾ ഒരു കാരണവശാലും ലംഘിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. എന്നാൽ ചിലതൊക്കെ അല്പാൽപ്പൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വേണ്ടി വരും. പക്ഷേ ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വളരെ സ്വകാര്യമാക്കണം. അത് പരസ്യപ്പെടുത്തുന്നത് വമ്പിച്ച പ്രത്യാഘാതങ്ങളുണ്ടാക്കും. ഉദാഹരണമായിട്ട് ഗുരുശിഷ്യ ബന്ധത്തിൽ ശിഷ്യൻ വരാൻ അല്പം വൈകിയാൽ ഉസ്താദ് ഗുരു ശിഷ്യനെ നന്നായി ശകാരിക്കുന്നതിന് പകരം നീ ആരോടും പറയരുത്, ഇന്ന് മാത്രം നിനക്ക് മാത്രം ചെയ്യുന്ന ഒരു ഇളവാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇളവ് നൽകിയാൽ ശിഷ്യൻ തൻ്റെ സഹപാഠികളോട് എനിക്കെൻ്റെ ഗുരു ഇന്ന് ഇളവ് നൽകിയിട്ടുണ്ട് എന്ന് പരസ്യപ്പെടുത്തിയാൽ ആ മറങ്ങ് പൊളിഞ്ഞു പോകും. ശിഷ്യരത് 100% ഉൾക്കൊണ്ട് ഇനി ഞാൻ ഒരിക്കലും ലീവാക്കുകയില്ല. തൻ്റെ സഹപ്രവർത്തകരോടും സഹപാഠികളോടും നിങ്ങൾ ഒരിക്കലും ലീവാക്കരുതെന്ന് ഉപദേശിച്ചാൽ കൂട്ടുകുടുംബങ്ങളിൽ എന്തെങ്കിലും തെറ്റ് ന്യൂനതകൾ വന്നാൽ അവിടൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് കണ്ടില്ല കേട്ടില്ലെന്ന് മനസ്സിലാക്കി വിട്ടുവീഴ്ച കൊടുത്ത മൂപ്പര് പ്രശ്നമല്ല. ഇവരെല്ലാവരോടും അങ്ങനെയാണ്. അങ്ങനെ പല സ്വകാര്യങ്ങളും രഹസ്യങ്ങളുമില്ലാത്ത കൂട്ടുകുടുംബങ്ങളുണ്ടാവില്ല. അഡ്ജസ്റ്റ്മെൻറ്റുകൾ നിർബന്ധമാണ്. പക്ഷേ സ്വകാര്യമാക്കേണ്ടത് സ്വകാര്യമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അച്ചടക്കം മര്യാദ എന്നൊക്കെ പറയുന്നത് ഒരു മുട്ടയുടെ തോല് പോലെയാണ്. അത് ആരും പൊരിക്കാനും ഒന്നും ആരും എടുക്കാറില്ല. എന്നാൽ ആ തോലില്ല എങ്കിലോ ആ മുട്ട പെട്ടെന്ന് കേടുവന്നു പോകും. മനുഷ്യ ശരീരത്തിൽ രക്തം, മജ്ജ, മാംസം പലതുമുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ തൊലി നഷ്ടപ്പെട്ടാലോ അവൻ്റെ ശരീരം ഒന്നിനും പറ്റില്ല, അത് നശിക്കും. എന്ന പോലെ ഏത് ബന്ധങ്ങളും സുദൃഢമാവണമെങ്കിൽ അതിന് അച്ചടക്കം മര്യാദകൾ, ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നിർബന്ധമാണ്. അതാരും പിച്ച് ചീന്തരുത്, അതാരും ചെറുതായി കാണരുത്, മോശമായി ചിത്രീകരിക്കരുത്. ഏത് ചെറുതും വലുതായി കാണുക.